ചാണ്ടി ഉമ്മൻ എല്ലാ UDF ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നടത്തും എന്നാണ് ഉറപ്പ്. ജോലി കിട്ടുമെന്നാണ് പ്രതീക്ഷ. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ കുത്തിത്തിരിപ്പുകൾ കുറേ ആൾക്കാരുണ്ട്. അതായത് KSRTCക്കാരന്മാർ ഒരു നികൃഷ്ട ജീവി എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഇത് കർമ്മം എന്ന് പറയുന്നത് തിരിച്ചടിച്ചതാണ്. കർമ്മഫലവും ജനങ്ങൾ നല്ല രീതിയിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ജനങ്ങൾ വോട്ടിലൂടെ രേഖപ്പെടുത്തി എന്നുള്ള. നമസ്കാരം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMനെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. നാണംകെട്ട തോൽവി എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാവുന്നതാണ്. കാരണം അത്തരത്തിലാണ് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കണ്ടിരിക്കുന്നത്. കാരണം ജനങ്ങൾ പ്രധാനമായും പറയുന്നത് മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും ധാർഷ്ട്യത്തിന് ഏറ്റ തിരിച്ചടിയാണ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPMന് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഈ സമാനമായ ധാർഷ്ട്യത്തിന് ഇരയാകേണ്ടി വന്ന ഒരാളാണ് ഇന്ന് മറുനാടനൊപ്പം ചേരുന്നത്. തിരുവനന്തപുരം നഗരസഭയുടെ മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ്റെ ധാർഷ്ട്യത്തിന് കീഴടങ്ങേണ്ടി വന്ന് അതിനുശേഷം ജോലി നഷ്ടപ്പെട്ട യദു ഇപ്പോൾ മറുനാടനൊപ്പം ചേരുകയാണ്. യദു, UDF വലിയ വിജയമാണ് നേടിയിരിക്കുന്നത്. യദുവിന് ജോലി തരും, അതായത് UDF അധികാരത്തിൽ വന്നാൽ ജോലി തരുമെന്ന് ചാണ്ടി ഉമ്മൻ അടക്കം പറഞ്ഞിരുന്നു. എന്താണ് യദുവിൻ്റെ ഒരു പ്രതീക്ഷ? ചാണ്ടി ഉമ്മൻ എല്ലാ UDF ഏകദേശം പറഞ്ഞ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നടത്തും എന്നാണ് ഉറപ്പ്. ജോലി കിട്ടുമെന്നാണ് പ്രതീക്ഷ. പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ തന്നെ കുത്തിത്തിരിപ്പുകൾ കുറേ ആൾക്കാരുണ്ട്. അതുകൊണ്ട് പറയാൻ വഴിയില്ല. എന്നാലും ജോലി ഏതെങ്കിലും ഒരു ജോലി പ്രതീക്ഷിക്കുക. കഴിഞ്ഞ ദിവസമല്ല, ഏകദേശം നമ്മുടെ തൊഴിലാളി ദിനത്തിൻ്റെ അന്നാണല്ലോ, 3 വർഷത്തിന് മുമ്പ് തൊഴിലാളി ദിനത്തിൻ്റെ അന്നാണ് ജോലി നഷ്ടപ്പെടുന്നതും. അന്നാണ് മറ്റേ CIT മറ്റേ AITUCയുടെ ഇപ്പം മത്സരിച്ചില്ലേ, തിരുവനന്തപുരം ഇതിന് വേണ്ടിയിട്ട് മത്സരിച്ച CP ജോൺ സാർ എന്നെ അനുമോദിക്കുകയൊക്കെ ചെയ്തത് നിങ്ങൾ അന്ന് വാർത്ത എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഈ ഒരു പ്രതിഫലനം എന്ന് പറയുമ്പോഴത്തേക്ക് നല്ലൊരു തിരിച്ചടിയാണ് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇവരെ ധാർഷ്ട്യം, ഈ മേയർ ഉൾപ്പെടെ ഗണേഷ് കുമാർ തന്നെ നീതിക്കൊത്ത് നിൽക്കാതെ, ന്യായത്തിനൊത്ത് നിൽക്കാതെ അവരെ അധികാരവും അവരെ ആ ഒരു ധാർഷ്ട്യവും കാരണമാണ് ഈ ഒരു നഷ്ടം ഉണ്ടായത്. പാവങ്ങളുടെ ഒരു പുച്ഛവും അങ്ങനെ ഒരു ഇത് കാണിച്ചതിലാണ് ഈ ഒരു ഇലക്ഷനിൽ ജനങ്ങൾ കൊടുത്ത മറുപടിയാണ്. പിന്നെ അതുമല്ലാതെ എനിക്കിന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതേപോലെ വേറൊരു ആളും കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ മത്സരിക്കാൻ നിന്നില്ല. പക്ഷെ നിലമ്പൂർ മത്സരിച്ചു. അതായത് KSRTCക്കാരന്മാർ ഒരു നികൃഷ്ട ജീവി എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? ഇതൊക്കെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഈ സംസാരം പ്രവൃത്തികൾ കൊണ്ടാണ് ഇതെല്ലാം ഇങ്ങനെ ജനങ്ങളെ, അതായത് KSRTCക്കാരല്ല, മനുഷ്യനല്ലേ നമ്മൾ. അപ്പോൾ മനുഷ്യന്മാരെ മൊത്തത്തിൽ ഈ നികൃഷ്ട ജീവി എന്നൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് ആലോചിച്ച് നോക്കണം. നികൃഷ്ട ജീവി മൈക്കിൽ കൂടെ പോലും പറയാൻ പറ്റൂല. അത് യദുവാവട്ടെ KSRTC ജീവനക്കാരൻ മൊത്തം പറയും പോലെ ആയിട്ട്. ഓരോ KSRTC ജീവനക്കാരുള്ളതുകൊണ്ടാണ് പല യാത്രക്കാരും അല്ലെങ്കിൽ ആൾക്കാരും പലയിടത്തും പോകുന്നതും വരുന്നതും യാത്ര ബുദ്ധിമുട്ടില്ലാതെ നടക്കുന്നത്. അപ്പോൾ ഇവരെ അങ്ങനെ പുച്ഛിച്ച് കണ്ട ആരെന്ന് മനസ്സിലായല്ലോ. ഇനി പറയേണ്ട കാര്യമില്ല. നമ്മുടെ നിലമ്പൂർ ഇലക്ഷൻ സ്വരാജ് എന്ന് പറയുന്ന മഹാനായ വ്യക്തി ആണ് പറഞ്ഞത്. മൈക്കിൽ കൂടെ പോലും പറയാൻ പാടില്ല. ഇപ്പം എനിക്കും അങ്ങനെയാണ് പറയാൻ തോന്നുന്നത്. മൈക്കിൽ കൂടെ പോലും പറയാൻ പാടില്ലാത്ത പേരാണ് സ്വരാജ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ. യദു, മുൻ മേയർ ആര്യ രാജേന്ദ്രൻ കാരണമാണ് യദുവിൻ്റെ ജീവിതം ഇങ്ങനെയായി മാറിയത്. മുൻ മേയറും മേയറുടെ ഭർത്താവായിരുന്ന MLA ആയിരുന്ന ആളും അദ്ദേഹവും ഇപ്പോൾ ബാലുശ്ശേരിയിൽ തോറ്റിരിക്കുകയാണ്. അതായത് CPMൻ്റെ ഒരു ചുവന്ന കോട്ടയിലാണ് അദ്ദേഹം തോറ്റിരിക്കുന്നത്. അതേസമയം ആര്യ രാജേന്ദ്രനും ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ CPMൻ്റെ ചിത്രത്തിലേ ഇല്ലാതായി. ഇത് കർമ്മം എന്ന് പറയുന്നത് തിരിച്ചടിച്ചതാണ്. കർമ്മഫലവും ജനങ്ങൾ നല്ല രീതിയിലുള്ള ജനങ്ങളുടെ പ്രതിഷേധം ജനങ്ങൾ വോട്ടിലൂടെ രേഖപ്പെടുത്തി എന്നുള്ള. ജനങ്ങൾ കഴുതകൾ കടക്ക് പുറത്ത് അല്ലെങ്കിൽ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങളിങ്ങനെ പ്രതികരിക്കും. സ്വാഭാവികം. നമ്മൾ ജനങ്ങളുടെ ദാസന്മാരായിട്ട് പ്രവർത്തിക്കണം. പ്രവർത്തകരെന്ന് പറയുമ്പോൾ ജനങ്ങളുടെ മേളിൽ മറ്റേ രാജഭരണമൊക്കെ മാറി.
ആ ഭരണമൊക്കെ പണ്ടേ മാറിയതാണ്. കോൺഗ്രസ്സുകാരിൽ അങ്ങനെ ആരും ഇല്ലെന്നാണ് ഞാൻ മുമ്പോട്ട് കണ്ടിട്ടുള്ള ഉമ്മൻചാണ്ടി സാറായാലും ശരി തന്നെയാണ്. സാറിന് എത്രമാത്രം ഇവരായിട്ട് ബുദ്ധിമുട്ടിച്ചു, അതിൻ്റെയൊക്കെ പ്രതിഫലനം തന്നെയാണ്. CPM-ന് ഇത്രയും വലിയൊരു തിരിച്ചടി ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നോ? തിരിച്ചടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ ഇത്രയും കനത്തമായിട്ടുള്ള തിരിച്ചടി പ്രതീക്ഷിച്ചില്ല. 100 എന്ന് പറയുമ്പോഴത്തേക്ക് 102, 103 പ്രതീക്ഷിച്ചില്ല. ഇത്രയും നല്ല രീതിയിലുള്ള. പക്ഷെ ബാലുശ്ശേരി ഞാൻ ഉറപ്പിച്ചതാണ്, ബാലുശ്ശേരി തോക്കുമെന്നുള്ള എൻ്റെ ഉറപ്പുണ്ടായിരുന്നു എനിക്ക്. പ്രവൃത്തി ദൈവം എന്ന് പറഞ്ഞ പ്രവൃത്തി ദൂഷ്യം കൊണ്ടുണ്ടാവുക എന്നുള്ളത്. ബാലുശ്ശേരിയും പത്തനാപുരവും ഇത് രണ്ട് ഞാൻ പ്രതീക്ഷിച്ച മണ്ഡലവും. എന്നുവെച്ചാൽ നീതി കിട്ടേണ്ട സ്ഥലത്ത് നീതി നിഷേധിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അതായത് ഗണേഷ് കുമാറിന് സുഖമായിട്ട് ജോലിക്ക് എടുക്കാൻ ഗണേഷ് കുമാർ ആദ്യം പറഞ്ഞ ആര്യ രാജേന്ദ്രനുമായിട്ടുള്ള വിഷയത്തിൻ്റെ പുറത്ത് ആണ് മാറ്റി നിർത്തിയെന്നാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഉടനെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഇലക്ഷൻ സമയത്താണ് 6 മണിക്കൂർ ഫോൺ ചെയ്തെന്ന് പറഞ്ഞാൽ. അത് ഇന്നേ വരെ ആയിട്ട് ആർക്കും തെളിയിക്കാനും പറ്റിയിട്ടില്ല. ഞാൻ ഇത്രയും ദിവസം വിവരാവകാശം വെച്ചിട്ട് പല കമൻറ്റിലും പല ആൾക്കാരും പറഞ്ഞു, ഈ നിങ്ങൾ പറയുന്ന മഹാൻ 6 മണിക്കൂർ സംസാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അന്നേ ദിവസം ഗണേഷ് കുമാർ പോലത്തെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഡ്രൈവർമാരെല്ലാം അന്നേ ദിവസത്തെ CDR എടുക്കണ്ടേ? അന്ന് ആരും സംസാരിക്കാതെ ഫോണിൽ ഡ്യൂട്ടി സമയത്ത് സംസാരിച്ച് കാണൂലേ? KSRTC തന്നെ ഭൂരിഭാഗം പേരും ജോലി ചെയ്യാൻ കാണൂല എങ്കിൽ ഡ്രൈവർമാരെല്ലാം അല്ലാത്ത ആൾക്കാരായാലും. അതല്ലാതെ നിരവധി തവണ ഗണേഷ് കുമാറിനെ കാണാൻ ശ്രമിച്ചിരുന്നു, പരാതികൾ കൊടുത്തിരുന്നു അല്ലേ? കണ്ടു, പരാതി കൊടുത്തു. നേരിട്ട് എന്തൊരു കൈപ്പടയാൽ എഴുതി കൊടുത്തപ്പോഴത്തേക്ക് പറഞ്ഞു കേട്ടില്ലേ, പെട്ടെന്ന് ഞാനത് നീതി നേടിത്തരാമെന്നും പറഞ്ഞു വാങ്ങിച്ചിട്ട് അത് പറഞ്ഞ വാക്കിന് വിലയില്ലാതെ. നമുക്കിപ്പോൾ ഒരു അച്ഛൻ ഉണ്ടെങ്കിൽ ആ അച്ഛൻ്റെ ഗുണം കാണിക്കണമെന്ന് പറഞ്ഞ പോലെ, അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ ഗുണം തന്നെ കാണിക്കണം, ഒറ്റ തന്തയുടെ ഗുണം കാണിക്കണമെന്ന് പറയുന്നത്. ആദ്യം പറഞ്ഞ് ഏത് കുറ്റക്കാരനല്ലെന്ന് പറഞ്ഞു, പിന്നെ ഏത് കുറ്റക്കാരനായി, പിന്നെ 4 മണിക്കൂർ 6 മണിക്കൂർ എന്തോ ഫോണിൽ സംസാരിച്ചു. അതിന് തെളിവ് ചോദിച്ചപ്പോൾ KSRTCയിലെ തെളിവില്ല. പിന്നെ എവിടെ നോക്കിക്കൊണ്ടാണ് തെളിവ് ലഭിച്ചതെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ വിവരാവകാശം വെച്ചിട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. കമ്മീഷണർ ഓഫീസിൽ നിന്നും വെച്ചു, നമ്മുടെ KSRTC CMDയുടെ ഓഫീസിനും വെച്ചു. അപ്പോൾ ഈ യദുവിൻ്റെ ഒരു വിഷയം വലിയ രീതിയിൽ ചർച്ചയായി. അത് സച്ചിൻ ദേവിനെ ഉൾപ്പെടെ ബാധിച്ചു, ഗണേഷ് കുമാറിനെ ഉൾപ്പെടെ ബാധിച്ചു എന്നുള്ളത്. സച്ചിൻ ദേവിനെയും ഗണേഷ് കുമാറിനെ ഉൾപ്പെടെ ബാധിച്ചെന്ന് ഇവരെ പ്രവൃത്തി ദൂഷ്യമാണ്. സത്യം പറഞ്ഞാൽ ഇവരെ പ്രവൃത്തി അതായത് സാധാരണപ്പെട്ടവനൊരു വിലയില്ലാത്ത രീതിയിലാണ് ഇവർ പ്രവൃത്തി. പാവപ്പെട്ടവനെ എൻ്റെ ജോലി നശിപ്പിച്ചപ്പോൾ അവർക്ക് എന്തുണ്ടായെന്നുള്ള ഇപ്പോൾ മനസ്സിലായ. ദൈവം എന്ന് പറഞ്ഞത് വലിയവനാണ്. എന്നുവെച്ചാൽ നമുക്ക് ഇപ്പോൾ കർമ്മഫലം കിട്ടാതെ നമ്മളിവിടെ നിന്ന് ഈ ഭൂമിയിൽ നിന്ന് പോകില്ല. നമ്മൾ ഒരാളെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചായി എപ്പോഴായാലും കിട്ടും. അതാണ് നിലവിലിപ്പോൾ സംഭവിച്ചത്. അത് തന്നെയാണ് കർമ്മം. എന്തായാലും യദുവിന് ഇത്തരത്തിൽ ദുരനുഭവം ഉണ്ടാകുന്നത് മുൻ മേയറായിരുന്ന ആര്യ രാജേന്ദ്രൻ്റെ പക്കലിൽ നിന്നും, അതുകൂടാതെ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവിൽ നിന്നും അനുജനിൽ നിന്നും ഉൾപ്പെടെയുള്ളവരിൽ നിന്നുമാണ്. ഇതിന് പിന്നാലെയാണ് യദുവിന് ജോലി നഷ്ടപ്പെടുന്നതും. ഇപ്പോൾ ആര്യ രാജേന്ദ്രൻ്റെ ഭർത്താവായ സച്ചിൻ ദേവിന് ഉൾപ്പെടെ ബാലുശ്ശേരിയിൽ കനത്ത തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നിരിക്കുന്നത്. അതായത് കാലം കൃത്യമായി മറുപടി നൽകിയിരിക്കുന്നു എന്ന് നിലവിലിപ്പോൾ വ്യക്തമാവുകയാണ്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.